രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവരെ കുറിച്ച് അന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞത് സ്വന്തം റിസ്കിലായിരിക്കണം രക്ഷാപ്രവർത്തനമെന്നാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ പറയോ സന്നദ്ധരായി മുന്നോട്ടേക്ക് വരുന്ന സന്നദ്ധ പ്രവർത്തകരോട് നിങ്ങളെ റിസ്കിലാണ് നിങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തനം നടത്തേണ്ടത് എന്ന്? രക്ഷാപ്രവർത്തനത്തിന് പരിശീലനം നേടിയിട്ടുള്ള 100-200 ആളുകളെ നേരത്തെ പറഞ്ഞ പോലെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അവരെ അടിയന്തരമായും തിരിച്ചെടുത്ത് മറ്റു കുറേയും കൂടി ആളുകൾക്ക് പരിശീലനം നൽകി അവരെയും കൂടി തീരപ്രദേശങ്ങളിൽ വിന്യസിപ്പിക്കാൻ സാധിക്കണം. പിന്നെ ഈ കടലിലെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരുതരം ആംബുലൻസ് രീതിയിലുള്ള വാഹനമുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ്. അതൊക്കെ ഇപ്പോൾ തീരപ്രദേശങ്ങൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് നൽകുന്നതിന് വേണ്ടി കഴിയണം. ഈ 3-4 കാര്യങ്ങൾ ഭാവിയിൽ ഇപ്പോഴത്തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന നില ഉണ്ടാവണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. കണ്ണൂരിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യം നമുക്കറിയാം. അവിടെ മരണപ്പെട്ടു രാജേഷ്. മൃതദേഹത്തോട് കാണിച്ച അനാദരവ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോഴൊരു തഹസിൽദാരുടെ പേരിൽ കേസെടുത്ത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ജനപ്രതിനിധികളോ മന്ത്രിമാരോ ഒന്നും തന്നെ ആ സന്ദർഭത്തിൽ അവിടെ പോവുകയോ ഉണ്ടായ കാര്യം മനസ്സിലാക്കിയിട്ട് ഇടപെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവരെ കുറിച്ച് അന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞത് സ്വന്തം റിസ്കിലായിരിക്കണം രക്ഷാപ്രവർത്തനമെന്നാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ പറയോ സന്നദ്ധരായി മുന്നോട്ടേക്ക് വരുന്ന സന്നദ്ധ പ്രവർത്തകരോട് നിങ്ങളെ റിസ്കിലാണ് നിങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് ഒരിക്കലും ആരും പറയുന്ന നിലയല്ല ഉണ്ടായിരുന്നത്. പക്ഷേ കണ്ണൂരിൻ്റെ ചാർജുള്ള മന്ത്രി, വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആ മണ്ഡലത്തിൽ ഇടപെട്ടില്ല എന്നുള്ള കാര്യവും എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ആ രാജേഷ് സ്വന്തം ലൈഫ് ജാക്കറ്റ് മറ്റൊരാൾക്ക് നൽകി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന രാജേഷ് തന്നെ മരണത്തിലേക്ക് വഴുതി വീണത്. മാതൃകാപരമാണ് എന്നാണ്, മഹത്തരമാണ് എന്നാണ് ഹൈക്കോടതി ഈ പ്രവർത്തനത്തെ വിശേഷിപ്പിച്ചത്. ഇവിടെ മാത്രമല്ല, 2018-2019 കാലത്ത് പ്രളയമുണ്ടായപ്പോൾ മുണ്ടക്കൈ ചൂരൽമല മണ്ണിടിഞ്ഞ സംഭവം ഉണ്ടായപ്പോഴും അദ്ദേഹം രാജേഷ് അവിടെ പോയിരുന്നു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. കർണാടകയിലെ ഷുരൂരിൽ കേരളത്തിലെ ലോറിയും ഡ്രൈവറായ അർജുനൻ്റെയും കാണാതായ സാഹചര്യം വന്നപ്പോഴും അവിടെ സഹപ്രവർത്തകരെയും കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് രാജേഷ് അവിടെയും പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിന് യഥാർത്ഥത്തിൽ ആംബുലൻസിൽ ആവശ്യമുള്ള ഫ്രീസർ ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശക്തിയായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അതിപ്പോഴും വലിയ പ്രചരണമായി, വലിയ രീതിയിലുള്ള ഇടപെടലായി ആളുകൾ സ്വയം ഇത്തരത്തിലുള്ള നീച കൃത്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ ഓഖി ദുരന്തബാധിതർക്ക് ചെയ്ത അതേ സമീപനം, അതിനേക്കാൾ കൂടുതൽ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, 22 ലക്ഷമാണെന്ന് കൊടുത്തത്. ഇപ്പോൾ ഇന്നത്തെ പരിസ്ഥിതിയിൽ അതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇവർക്ക് നൽകാൻ സാധിക്കണം. വള്ളവും വലയും എല്ലാം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ഇവിടെ വള്ളം ഇപ്പോഴും കണ്ടു കിട്ടിയിട്ടേ ഇല്ല. സ്വാഭാവികമായിട്ടും ഒരു പുതിയ ബോട്ട് വാങ്ങിയിട്ടാണ്, അത് സ്വന്തം വീട് വിറ്റ് കിട്ടിയിട്ടുള്ള പണം കൂടി ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ 19 ലക്ഷം രൂപ കടവുൾപ്പെടെയാണ് ചേർത്തിട്ടാണ് ആ ബോട്ട് വാങ്ങിയത് അവർ നീണ്ടകരയിൽ. ആ ബോട്ട് അങ്ങനെ പോയി, സ്വന്തം വീടും പോയി, വീട് വിറ്റ് വാങ്ങിയ ബോട്ടും പോയി. 3 പേരാണ് ഒറ്റ കുടുംബത്തിൽ തന്നെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് പരിഗണിക്കുന്നില്ലെങ്കിൽ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ രാജേഷിൻ്റെ കുടുംബത്തിന്, ഭാര്യയ്ക്ക് ജോലി നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യമാണ്. അപ്പോൾ അവർക്ക് രാജേഷിനാണെങ്കിൽ വീടും ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാം. ഗവൺമെൻറ് വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കാൻ സാധിക്കണം. ഓഖി ദുരന്തത്തിൻ്റെ ഭാഗം എല്ലാവർക്കും ജോലി കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് ഗവൺമെൻറ്റാണ് കൈകാര്യം ചെയ്ത് പോയത് കുട്ടികളുടെ.
അന്നത്തെ പരിസ്ഥിതിയിൽ. അപ്പോൾ അതുപോലെ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു പാക്കേജ് ഇതിൻ്റെ ഭാഗമായിട്ട് വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.